ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജെൻ. ലൂസിഫർ അതിന്റെ പ്രീക്വൽ ആണല്ലോ എംപുരാൻ. എല്ലാവർക്കും അറിയാം. എംപുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. കാരണം ലാലേട്ടന്റെ ഒരു വലിയ തിരിച്ചുവരവ് എല്ലാവരും അതിലൂടെ പ്രതീക്ഷിക്കുന്നു. നടൻ എന്ന രീതിയിലല്ല, വലിയൊരു ഹിറ്റ് സിനിമ സംഭവിക്കുക, ഒരു സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സംഭവിക്കുക, കളക്ഷനിൽ റെക്കോർഡ് ഇടുക, അങ്ങനെ പലതരത്തിലും വലിയൊരു കംബാക്കിന് വേണ്ടിയിട്ടാണ് ആരാധകരടക്കം എല്ലാവരും, ഒരുപക്ഷെ മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ കാത്തിരിക്കുന്നത് ലാലേട്ടൻ അമ്മാതിരി ഒരു കംബാക്കിനാണ്. അതിന് വലിയ കപ്പാസിറ്റി ഉള്ള നടനാണ് ലാലേട്ടൻ എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇനിയിപ്പോൾ എത്ര ഫ്ലോപ്പുകൾ ഉണ്ടെങ്കിലും ഒരൊറ്റ ക്യാരക്ടർ മതി പുള്ളിക്കാരന് സകല റെക്കോർഡും ചവിട്ടി തെറിപ്പിച്ച് മുന്നേറാൻ. അപ്പോൾ അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ നമ്മുടെ മ്യൂസിക് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ, ഈ ചാനലിലൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എംപുരാൻ വീഡിയോസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലൂസിഫർ, മോഹൻലാൽ, പൃഥ്വി സുകുമാരൻ, ഉഷാ ഉതുപ്പ്, ഓക്കെ ദീപക് ദേവ്, ഉഷാ ഉതുപ്പ് പാടിയിട്ടുള്ള എംപുരാനെ എന്ന് പറഞ്ഞിട്ടുള്ള ആ സോങ് ഉണ്ടല്ലോ, ആ സോങ്ങിന്റെ ഒരു വീഡിയോ ആണ്. ഏകദേശം ഒരു 2 മിനിറ്റ് 53 സെക്കൻഡുള്ള വീഡിയോ. അത് ഫാൻ മെയ്ഡ് പോലെ ചെയ്തിരിക്കണമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കണ്ടോ, അത് കിടിലൻ സാധനമാണ് എന്നാണ് താഴെ കമന്റുകളൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ സാധനം കണ്ടിട്ടില്ല. ഇപ്പൊ നമുക്ക് കണ്ടു നോക്കാം ഒരുമിച്ച്. റെഡി? ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി? സെലിബ്രേറ്റഡ് അപ്സ്റ്റാർട്ട് ഓഫ് കണ്ടംപററി പൊളിറ്റിക്സ്. നെഞ്ചിൽ കത്തും കാവൽ നാളമേ, പാട്ടിന് പൊളിയാണ്. കാറ്റിൻ കണ്ണിൽ വാഴും മായാമന്ത്രമേ, മാരിപ്പേയെ കാണാക്കരയെ ആഴിത്തിര നീയെ, ഇരുളിൻ വാനിൽ നീറും നീരാ സൂര്യനെ, എതിരിയായിരം എരിയും മാനിടം, അതിരിടങ്ങളോ അടർക്കളം, തേടുന്നു നോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു താരാധിപന്മാർ നിന്നെ. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ചാണല്ല സർ. വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞ് വെട്ടുന്ന പാരമ്പര്യമുണ്ടെന്നറിയാം. പക്ഷെ എൻ്റെ കളരിയിൽ വെട്ടിൻ്റെ എണ്ണമല്ല, ആഴമാണ് കണക്ക്. ഇനിയൊരു മടക്കമില്ലെങ്കിൽ ഒന്ന് കുമ്പസാരിച്ച് മനസ്സ് ശുദ്ധിയാക്കിയിട്ട് പോകും. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. ശാപം പെയ്യും വിണ്ണിൻ മാമന്നൻ താനേ, സ്വർഗം വാഴും ദൈവം പേരും പാപക്കര നീയേ, പകലിൻ വിഴിയിൽ എരിയും നീ വെൺ ശുക്രനേ, എതിരിയായിരം എരിയും മാനിടം, അതിരിടങ്ങളോ അടർക്കളം, തേടുന്നു നോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു താരാധിപന്മാർ നിന്നെ. पर जुल्मी तो जुल्मी है, माना तू जख्मी है पर जुल्मी तो जुल्मी है, माना तू जख्मी है पर जुल्मी तो जुल्मी है, माना तू जख्मी है पर जुल्मी तो जुल्मी है. ബ്രദർഹുഡ് എന്റെ അമ്മോ, കിട്ടുന്ന സാധനം കേട്ടോ. ഞാൻ എന്റെ കമന്റ്സ് എടുത്ത് നോക്കിയിരുന്നു. എല്ലാവരും നല്ല അടിപൊളി അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ കാണാനുള്ളൊരു കാരണം. പിന്നെ എനിക്കറിയുന്നത് എംപുരാൻ എന്ന് പറഞ്ഞ സോങ് ഓൾറെഡി വന്നതാണ്. അപ്പൊ എന്തായാലും അത് ഉപയോഗപ്പെടുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ ഇവൻ ഈ വീഡിയോ എന്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം ഇതിലെ പല പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരിപാടി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് പക്ക പ്ലേസ്മെന്റ് ആണ്. ഇതിലെ ഡയലോഗ്സ്, ആ ഡയലോഗ്സിന്റെ ആ സമയത്തുള്ള ആ ബീറ്റിന്റെ കറക്റ്റ് ടൈമിൽ എന്നോട് ചേരുന്ന രീതിയിലുള്ള ഡയലോഗ്സ്, പിന്നെ സ്ലോമോ വരുന്ന സമയത്ത് കറക്റ്റ് എംപുരാനെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമയത്തുള്ള ഒരു ഗൂസ് ബംസ് അല്ലേ,
ആ സ്ലോമോയിൽ ഇങ്ങനെ നടക്കുന്നതും ആ പാട്ടും അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ എംപുരാനെ തുടങ്ങിയതിന് തൊട്ട് മുമ്പ് മറ്റേ ആ കഴുത്തിന് ആ വില്ലൻ ഇങ്ങനെ പിടിച്ച് പൊക്കിയിട്ട് ഇടുന്നുണ്ട്. അപ്പൊ കഴുത്ത് ഒടിയുന്ന സൗണ്ട് കഴിഞ്ഞതിന് ശേഷം നടക്കുമ്പോഴാണ് എംപുരാനെ വരുന്നത്. അങ്ങനെ ഗൂസ്ബം മൊമെന്റ്സ് കുറെ ഉണ്ട്. അപ്പൊ ഒരു ജസ്റ്റ് ഒരാൾക്ക്, ഒരു സാധാരണ ഒരാൾക്ക് ഇയാള് മ്യൂസിക് ഹബ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടോ വേറെ കാര്യം. അപ്പൊ പുള്ളിക്കാരന് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിലെ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് കട്ട് ചെയ്തിട്ടിട്ട് പോലും ഇതിൽ ഇത്രയും ഫീൽ തരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒറിജിനൽ സാധനം എന്തൊരു തീപ്പൊരു സാധനമായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കിട്ടില്ലെന്ന സാധനം. എമ്പുരാന് ഇതിന്റെയൊക്കെ എത്രയോ മുകളിൽ പോകുന്നതാണ് തോന്നുന്നത്. പൃഥ്വിരാജ് ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ ചെറിയ പടമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ചെറിയ പടത്തിന്റെ അവസ്ഥ എന്താണെന്ന് ലൂസിഫറോട് നമ്മൾ കണ്ടതാണ്. എന്നാലും വലിയ ഹൈപ്പിലേക്ക് എടുത്ത് വെക്കുകയല്ല, പക്ഷെ സ്വാഭാവികമായിട്ടൊരു ഹൈപ്പ് ഇതിന് ഉണ്ടാകുന്നുണ്ട്. അത് ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനോ നിങ്ങളോ ഒന്നും ചെയ്യുന്നതല്ല. കാരണം ലൂസിഫർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സിനിമയായിരുന്നു. പിന്നെ പൃഥ്വി ചെയ്യുന്നൊരു സിനിമ എന്നുള്ള, പൃഥ്വിയുടെ ആദ്യ സിനിമ തന്നെ ലൂസിഫർ അത്രയും വലിയ ഹിറ്റ്. അപ്പോൾ രണ്ടാം ഭാഗം ചെയ്യുമ്പോൾ ഇത്രയും ടൈം എടുത്ത് ചെയ്യുമ്പോൾ വലിയൊരു സംഭവം അവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കും. അതിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലൂസിഫർ ഫസ്റ്റ് പാർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഓളം, അത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം അത്രയും വലുതാണ്. അത് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഹൈപ്പാണ്. അതിനെ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും എമ്പുരാന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. എന്നെ പോലെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടി ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ടോ അവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. എത്രമാത്രം ലൈക്ക് വരും എന്ന് നമുക്ക് നോക്കാം. പിന്നെ എമ്പുരാൻ സിനിമയുടെ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നും മറക്കാതെ കമന്റ് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കാണാം. കാണുന്നവരെ.